ബഷീർ ദിനം. ഓർമ്മകളിലെ സുൽത്താൻ. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്തെത്തിയ ബഷീർ അവിടെ നിന്നും കോഴിക്കോടെത്തുകയും സ്വാതന്ത്ര്യ സമരരംഗത്തേക്ക് എടുത്തു ചാടുകയും ചെയ്തു. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലായിടത്തും അറബി നാടുകളിലും ആഫ്രിക്കയിലും സഞ്ചരിച്ച ബഷീർ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യദ്വരയും നേരിട്ട് കണ്ടു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങളാണ് തൻ്റെ തനത് ശൈലിയിൽ ബഷീർ വിവരിച്ചിരിക്കുന്നത്. മജീദിൻ്റെയും സുഹറയുടെയും ബാല്യകാല അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു നോവലാണ് ബാല്യകാല സഖി. ആനവാരിയും പൊൻകുരിശും, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു, സർപ്പയജ്ഞം, പ്രേമലേഖനം, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവീ നിലയം, കഥാബീജം, ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, അനർഘനിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, മരണത്തിൻ്റെ നിഴൽ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ജീവിത നിഴൽപ്പാടുകൾ, വിശപ്പ്, താരാ സ്പെഷ്യൽസ്, മാന്ത്രികപ്പൂച്ച, നേരുന്നുണയും, ഓർമ്മയുടെ അറകൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ, ശിങ്കിടിമുങ്കൻ, യാ ഇലാഹൈ, സർപ്പയജ്ഞം മുതലായവ ബഷീറിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്.